Hi dears, I am Jewel Baby. Welcome to my official YouTube channel, Jewel Baby's World. ഇതൊക്കെയുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബോൾസ് ആണ്. ഈ ചോക്ലേറ്റ് ബോൾസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കറിക്കടലല്ലേ വീട്ടിലുള്ള, അത് വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഫാമിലിയിൽ കൂട്ടായിട്ട് വന്നിട്ടില്ല ഇതുവരെ എങ്കിൽ ഒന്ന് കൂട്ടായിട്ട് വന്നോളൂ കേട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. ചോക്ലേറ്റ് ബോൾസ് വീഡിയോയിലേക്ക് വേഗം പോയി വരാം. ഞാനിവിടെ 1/2 കിലോ കടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള കറിക്കടലയാണിത്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. അതിൻ്റെ അഴുക്കെല്ലാം പോകാനായിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഒത്തിരി നേരമൊന്നും വെള്ളത്തിലൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുത്ത് നമുക്കിനി അത് ഒന്നല്ലെങ്കിൽ ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞെടുക്കാം. ഞാൻ ഇത് വെച്ച് 2 റെസിപ്പിയാണ് കേട്ടോ ചെയ്തത്. ഒന്ന് നമ്മുടെ ന്യൂട്ടെല്ല ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ എന്നുള്ളത്, അത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട്. അതിൻ്റെ ബാക്കി കടലയുടെ പൊടി വെച്ചിട്ടാണ് ഞാൻ ഇതും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പക്ഷേ ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫുൾ ചെയ്യുന്നത്. ആ റെസിപ്പി അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ഞാൻ അവിടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമുക്കിനി ഈ കടല ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗവിൽ ചുവട് കെട്ടിയുള്ള പാത്രത്തിലാണ് കടല വെച്ചിരിക്കുന്നത്. നനഞ്ഞ് ചെറുതായിട്ട് ഉണങ്ങി വരുന്ന കടലയാണ് കേട്ടോ ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ കടല വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കടിച്ച് നോക്കി അറിയാൻ പറ്റും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകം. ആ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. ഇത് കരിഞ്ഞു പോകാതെ സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ, ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ചൂടോട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം നല്ലതുപോലെ നല്ല തരിയില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നല്ല തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ, ഫൈനായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ 2 ജാറിലായിട്ടാണ് പൊടിച്ചെടുത്തത്. ഇതിൽ ഒരു ജാറിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ നമുക്ക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് രുചി വരും. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ചോക്ലേറ്റും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പോളം കടല പൊടിച്ചതിലേക്കാണ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഇതും പൊടിച്ചെടുക്കാം. ഞാൻ ഒരു ബൗളിലെ പൊടിയും ഇതെല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ബോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മറ്റത് നമ്മൾ ഓൾറെഡി ന്യൂട്ടെല്ല ഉണ്ടാക്കാനായിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കടല വറുത്തുവെങ്കിലും ഈ പൊടിയിലും ചിലപ്പോൾ ഒരു പച്ചമണം കാണും. അതൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മതി. കട്ടയെല്ലാം ഒന്ന് ഉടച്ച് അത് പോവാനും പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനും വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത്. ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നെയ്യ് ആവശ്യമുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂണിലാണ് എടുത്തത്, പക്ഷേ അത്രയും പോരാ. നമുക്ക് ഒരു 1/2 കപ്പോളം നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യും കടലപ്പൊടിയും അതുപോലെ നമ്മുടെ പഞ്ചസാര പൊടിച്ചതുണ്ട്, ചോക്ലേറ്റ് ഉണ്ട് ഇതിനകത്ത്, ചോക്ലേറ്റ് പൗഡർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ നെയ്യുടെ മണവും എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നെയ്യ് ഉണ്ടെങ്കിലാണ് ഇതിന് നല്ല ടേസ്റ്റും നമുക്ക് നല്ല ബോൾസ് ആയിട്ട് കിട്ടണമെങ്കിലും നെയ്യ് ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളിടത്തോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് പഞ്ചസാര പാവിലേക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളത്തിന് പകരം പാലൊഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് പാലൊഴിച്ച് കൊടുത്താൽ. ഞാനിവിടെ പാൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടി ടേസ്റ്റാണ് എന്ന് മാത്രം. അപ്പോൾ നമുക്കിതൊരു പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉരുകി ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഒറ്റ നൂൽ പരുവത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ അലിഞ്ഞ് നമുക്ക് ഒറ്റ നൂൽ പരുവത്തിന് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം.
ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് വാനില എസൻസ് ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഉരുകി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതിനി ഒറ്റനൂൽ പരുവമായോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം എന്താ ഒറ്റനൂൽ പരുവായി വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണേ ചെയ്ത് നോക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അത് കട്ടയായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നോക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പാൽപമായിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ കൊക്കോ പൗഡറും കടലപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ടാണ് അതിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പഞ്ചസാര പാനിയിൽ വീണ് നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ അത് ലിക്വിഡ് ഫോമിലേക്ക് വരുന്നുണ്ട്. ഇനി കട്ട കെട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് തോന്നും അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കട്ടകളായിട്ട് കിടക്കുന്നുണ്ടെന്ന്. പക്ഷേ അതെല്ലാം ആ ചൂടിലും പിന്നെ നെയ്യുണ്ട് ഇതിനകത്ത്, പിന്നെ പഞ്ചസാര പാനിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് നല്ലതുപോലെ നല്ലതുപോലെ അത് ഇങ്ങനെ ഡൈല്യൂട്ടായിട്ട് അതെല്ലാം കൂടെ വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കട്ടകളെല്ലാം പോയി നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ടുള്ള പരുവത്തിന് കിട്ടും. ഇനി നെയ്യിലും പഞ്ചസാരയിലും എല്ലാം കിടന്ന് ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമുക്ക് നമ്മുടെ പഞ്ചസാര പാനിക്കകത്ത് അതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാര പാനിയും എല്ലാം അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്, നെയ്യും എല്ലാം ഉണ്ട്. ആവശ്യത്തിന് നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്തോളൂ കേട്ടോ, കാരണം നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് നല്ല കട്ടയാക്കി എടുക്കാനെല്ലാം നല്ലതാണ്. അപ്പോൾ നെയ്യ് വേണമെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പാനിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവാവണം നമുക്ക്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അല്ലെങ്കിൽ അതിൽ നിന്നൊരു കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിലൊരു ഉണ്ട പോലെ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉരുണ്ട് വരണം, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടി വെക്കാം കേട്ടോ. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്, പാനിൽ നിന്ന് വിട്ടു പോരുന്ന കണ്ടോ. ഇത് നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റേണ്ടത്. വേറെ എന്തെങ്കിലും ഷേപ്പിലാക്കണമെങ്കിൽ ആക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 2 hours കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, ഹെൽത്തിയുമാണ്. കടലപ്പൊടിയും അതുപോലെ നെയ്യും എല്ലാം ചേർന്നിരിക്കുന്നതുകൊണ്ട് ഹെൽത്തിയാണ്. മിഠായി പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റേഷൻ കടല വെച്ചിട്ട് റേഷൻ കടല കളയാതെ എത്രയോ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഞാനിതിൽ തന്നെ കുറേ വിഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് നിങ്ങളിതിൻ്റെ താഴെയുള്ള വീഡിയോസും കൂടെ നോക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ന്യൂട്ടെല്ല ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടേക്കാം. അല്ലാതെ മറ്റുള്ള വീഡിയോസ് എല്ലാം കാണാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫുള്ളായിട്ട് നോക്കുമല്ലോ. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കറിക്കടല വെച്ചിട്ടാണ് ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ പറയാൻ മറന്നു, നമ്മുടെ ഈ ചാനലിലൂടെ കുറേ സർപ്രൈസുകൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ.